ഗുഡ് മോർണിംഗ് DNA. ഞാൻ എന്തിനായി കാര്യം പറയുന്നത് വെച്ചാൽ ഞാൻ ഒരു ദിവസം 40-50 ആൾക്കാരെ ഡെയിലി കാണും. അപ്പോൾ അതിനകത്തൊരു 10% ആൾക്കാർക്ക് പല ഇഷ്യൂസ് ഉണ്ട്. അതിൻ്റെ പ്രധാന ഇഷ്യൂ ആണ് ഗുഡ് ടച്ച്, ബാഡ് ടച്ച്. അതുപോലെ തന്നെ ഇനി നമ്മളെ മക്കൾ വേറെ കുട്ടികളെ ടച്ച് ചെയ്യുന്നു, അത് പഠിപ്പിച്ചു കൊടുക്കണം. നിർബന്ധം എത്ര ചെറിയ പ്രായത്തോളം അത്രയും നല്ലതാണ്. കാരണം ഒരുപാട് ഇഷ്യൂസ് ഡെയിലി നമ്മൾ കേൾക്കുകയാണ് ഈ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാത്തതുകൊണ്ട്. അപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. ഇല്ലെങ്കിൽ സംഭവിക്കുകയും മക്കൾ വലുതായിട്ട് അവർക്ക് ഒരുപാട് സൈക്കോളജി ഇഷ്യൂസ് എന്തായാലും വരും. അവരുടെ ഫാമിലി ലൈഫിൽ, സെക്ഷൽ ലൈഫിലൊക്കെ ഒരുപാട് ഇഷ്യൂസ് വരും. അത് വളരെ സീരിയസ് ആണ് ഈ കാര്യം. നിങ്ങൾക്കൊക്കെ സ്റ്റാഫുണ്ട്, ആ സ്റ്റാഫ് മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട്. ഈ കാര്യം അവരെയും പഠിപ്പിക്കണം, നിർബന്ധമായിട്ടും അവരെ പഠിപ്പിക്കണം. കാരണം നിങ്ങൾക്ക് 2 കൂടുതൽ സ്റ്റാഫ് ഉണ്ട്, അതാണും പെണ്ണുണ്ട്. അവർ ബിസിനസ് ടൂർ പോവാണ്, അല്ലാതെ ടൂർ പോവാണ്. എപ്പോഴും ഈ ഗ്രീൻ ഏരിയ മാത്രം ടച്ച് ചെയ്യാവും. എന്ത് മീറ്റിംഗ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഗ്രീൻ അല്ലാത്ത ഒരു ഏരിയ ടച്ച് ചെയ്യാൻ പാടില്ല. ഇനി ഷെയ്ക്കാൻഡ് കൊടുക്കുമ്പോൾ തന്നെ അത് നമ്മൾ സെയിം ജെൻഡറിനെ എങ്ങനെ കൊടുക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കണം ഓപ്പോസിറ്റ് ജെൻഡറിനും. കാരണം ഓപ്പോസിറ്റ് ജെൻഡർ പെട്ടെന്ന് ഒരു സെക്കൻഡ് കൊണ്ട് മനസ്സിലാവും നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്താണ്. അപ്പോൾ അത് കുട്ടികളെ പോലെ തന്നെ നമ്മുടെ സ്റ്റാഫിനെ പോലെ തന്നെ നമുക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ശ്രദ്ധിക്കുക. താങ്ക് യു വെരി മച്ച്.